ഹായ് ഗായ്സ്, വെൽക്കം ടു പാറൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വേവിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി കുറച്ച് കപ്പ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞെടുക്കേണ്ടതാണ്. അതിനുശേഷം ഒരു പാത്രം ത്തിൽ വെള്ളം നമ്മൾ ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന കപ്പ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളത് തിളയ്ക്കുന്നുള്ള വരെ നോക്കി നിൽക്കാം. ആ നേരം നമുക്ക് അരപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. തേങ്ങ, വെളുത്തുള്ളി, ഞാൻ കാന്താരിയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചതച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഈ മിശ്രിതം അതിലേക്ക് കപ്പയിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഇച്ചിരി തേങ്ങ എണ്ണ അതിൽ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമ്മുടെ ചൂടായിട്ടുള്ള കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് മീൻകറിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.